Question number 7. Question number 7 is from the chapter conic sections. ഈ എലിപ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്കറിയാം മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b ആണ്. ശരിയാണല്ലോ. ആ 2b എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ 2AE ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ AE എന്ന് പറഞ്ഞാൽ പോരെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ഈ എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി വേണം. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇതിനെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. അങ്ങനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 4b² is equal to a² എന്നല്ലേ വരിക? വിച്ച് ഇംപ്ലൈസ് 4 into ബട്ട് b². ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം b² എന്ന് പറയുന്നത് a² into 1 - e² അല്ലേ മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു a² e² എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്നും a² ക്യാൻസൽ ചെയ്യാം. എന്തായാലും a 0 അല്ലല്ലോ അല്ലേ? a എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ്. അത് 0 ആയാൽ പിന്നെ അങ്ങനെ ഒരു എലിപ്സേ വരില്ല. അപ്പോൾ അതുകൊണ്ട് a not equal 0 ആണ്. സോ യു ക്യാൻ ക്യാൻസൽ a² ഫ്രം ബോത്ത് സൈഡ്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എഴുതിയാൽ ഇതെന്ത് കിട്ടും? 4 - 4e² is equal to e² എന്നല്ലേ? അതായത് 5e² is equal to 4 എന്ന് കിട്ടും. e² 4/5 അല്ലേ? അങ്ങനെയാണെങ്കിൽ e എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ്. അതായത് 2 divided by √5 എന്നല്ലേ വരിക? 2 divided by √5 ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്.